Lenora. Lenora is different from others. Years of perfect stitching experience. Lenora linen, cotton cloth and stitching. Pandikad Road, Vandoor. പാർട്ടിയെയും മുഖ്യമന്ത്രിയെയും വെല്ലുവിളിച്ച് PV അൻവർ MLA. പാർട്ടി നിർദ്ദേശം തള്ളി നിലമ്പൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അൻവർ പാർട്ടി നേതൃത്വത്തിനും മുഖ്യമന്ത്രിക്കുമെതിരെ ആഞ്ഞടിച്ചത്. താൻ ഉന്നയിച്ച വിഷയങ്ങളിൽ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നും അൻവർ ചോദിച്ചു. പോലീസിന്റെ സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട വെളിപ്പെടുത്തലുകളുടെ ദൃശ്യങ്ങളടക്കം പുറത്തുവിട്ടായിരുന്നു PV അൻവർ MLAയുടെ വാർത്താ സമ്മേളനം. തന്റെ പരാതികളിൽ നടക്കുന്ന അന്വേഷണത്തിൽ താൻ തൃപ്തികരമല്ലെന്ന് PV അൻവർ MLA പറഞ്ഞു. കേരളത്തിലെ പൊതുസമൂഹത്തിനു മുന്നിൽ പാർട്ടി അഭ്യർത്ഥന മാനിച്ച് പൊതുപ്രസ്താവനകൾ നിർത്തിയിരിക്കുകയായിരുന്നു. പാർട്ടി പ്രസ്താവന വിശ്വസിച്ചാണ് പാർട്ടി നിർദ്ദേശം മാനിച്ചത്. പക്ഷേ കേസന്വേഷണം കൃത്യമായെല്ലാം നടക്കുന്നതെന്ന് തനിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണെന്നും അൻവർ പറഞ്ഞു. പാർട്ടിയുടെ അഭ്യർത്ഥന മാനിക്കുന്നതോടൊപ്പം പാർട്ടിയുടെ അഭ്യർത്ഥനയിൽ പറഞ്ഞിരുന്നത് അൻവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഗൗരവമായി പാർട്ടി പരിശോധിക്കുന്നുണ്ട്. അതിൻ്റെ മുകളിൽ പരിശോധനയ്ക്ക് വിധേയമായി ഉള്ള തീരുമാനങ്ങളുണ്ടാകും. അതുപോലെ തന്നെ കേസിൻ്റെ കാര്യത്തിൽ സത്യസന്ധമായ അന്വേഷണം നടക്കും. ആ സ്റ്റേറ്റ്മെൻറ്റ് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ആ കാര്യത്തിൽ പാർട്ടിയുടെ നിർദ്ദേശം മാനിച്ചത്. പക്ഷേ കേസ് അന്വേഷണം കൃത്യമായല്ല നടക്കുന്നത് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയാണ്. അന്വേഷണ രീതിയുടെ അടിസ്ഥാനത്തിൽ ഒന്ന്, മരമുറിയുമായി ബന്ധപ്പെട്ട് നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷിക്കുന്ന രീതി വളരെ പരിതാപകരമാണ്. കാരണം ഇതിൽ മരം ലേലത്തിലെടുത്ത കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തിയുമായി ഞാൻ ബന്ധപ്പെടുകയും അദ്ദേഹത്തിനോട് സ്റ്റേറ്റ്മെൻ്റ് എടുത്തതിന് ശേഷം അദ്ദേഹം മുറിച്ച മരത്തിൻ്റെ മരക്കുറ്റിയുടെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നു. ആ ഫോട്ടോ കാണിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, എനിക്ക് ഫോട്ടോയിൽ നിന്ന് മരത്തിൻ്റെ കുറ്റി മനസ്സിലാക്കാൻ സാധിക്കില്ല. 1 കിലോമീറ്റർ SP ഓഫീസിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ക്യാമ്പ് ഓഫീസുള്ളത്. എന്നെ നേരിൽ കൊണ്ടുപോയാൽ ഞാൻ മുറിച്ച മരത്തിൻ്റെ കുറ്റി ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതിന് പോലീസ് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. തൊട്ടടുത്ത അയൽവാസി വീടുകളിൽ പോയി ഇത് മുമ്പുള്ള SP മുറിച്ചതാണ് എന്ന് പറയണമെന്ന് പറഞ്ഞതായിട്ട് നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ അവരുടെ ഇൻ്റർവ്യൂ നിങ്ങളാരെ പുറത്തു വിട്ടതായിരുന്നു. അതൊരു ഭാഗം. SP ക്യാമ്പ് ഓഫീസിലെ മരമുറി കേസിൽ അന്വേഷണം തൃപ്തികരമല്ല. സ്വർണ്ണക്കടത്ത് കേസിലും റിദാന്റെ കൊലപാതകത്തിലും അന്വേഷണം കാര്യക്ഷമമല്ല. പാർട്ടി നൽകിയ ഉറപ്പ് പാടെ ലംഘിക്കുകയാണ്. എടവണ്ണ കേസിലെ തെളിവുകൾ പരിശോധിച്ചില്ല. PV അൻവർ കള്ളക്കടത്ത് കേസിലെ ആളാണോ എന്ന സംശയം മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ ഇട്ടുകൊടുക്കുകയായിരുന്നു. കള്ളക്കടത്തുകാരെ ഞാൻ മഹത്വവൽക്കരിക്കുന്നുവെന്ന പ്രസ്താവനയും തനിക്ക് ഡാമേജ് ഉണ്ടാക്കി. മുഖ്യമന്ത്രി ഇത്രയും കടന്നു പറയേണ്ടിയിരുന്നില്ല. മുഖ്യമന്ത്രി എന്നെ കുറ്റവാളിയാക്കുകയായിരുന്നു. ഞാനായിട്ട് പറയില്ല. എന്താണ് കേരളത്തിലെ പൊതുസമൂഹം വിലയിരുത്തിയത്? PV അൻവർ ഈ കള്ളക്കടത്ത് സംഘത്തിൻ്റെ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് എന്താ? കള്ളക്കടത്തുകാരെ എന്ത് വൽക്കരിക്കുന്നു എന്ന് പറഞ്ഞ് മഹത്വവൽക്കരിക്കുന്നു. അതെ, മുഖം തിരിച്ചിരുത്തി ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുവച്ച് അവനെ മഹത്വവൽക്കരിക്കാനുള്ള ശ്രമമാണ് ആര് നടത്തുന്നത്? ഇതാരോപിച്ച ഞാൻ അന്ന് പറയുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് അങ്ങേയറ്റത്തെ ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള പ്രസ്താവനയാണ്. പാർട്ടി തിരുത്തുമെന്ന് കരുതിയിട്ടും തിരുത്തിയില്ല. തന്റെ പ്രതീക്ഷ മുഴുവൻ പാർട്ടിയിലായിരുന്നു. 8 വർഷമായല്ല താൻ പാർട്ടിയിൽ നിൽക്കുന്നത്. DICയിൽ നിന്നും തിരിച്ച് കോൺഗ്രസിൽ പോയതു മുതൽ താൻ പാർട്ടിയുമായി സഹകരിക്കുന്നുണ്ട്. പാർട്ടി ലൈനിൽ നിന്നും താൻ വിപരീതമായി പ്രവർത്തിക്കുന്നുവെന്നാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നതെന്നും അൻവർ പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഞാൻ പാർട്ടിക്ക് നൽകിയ പരാതി എന്ത് നിലപാട് സ്വീകരിക്കും, ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് നോക്കട്ടെ എന്നെങ്കിലും അദ്ദേഹം പറയും എന്ന് ഈ പാർട്ടിയോടൊപ്പം 8 വർഷമായിട്ടല്ല ഞാൻ നിൽക്കുന്നത്. അത് പാർട്ടിക്ക് തെറ്റിയ കണക്കാണ്. DIC തിരിച്ച് കോൺഗ്രസിൽ പോയതിന് ശേഷം അന്ന് തൊട്ട് ഞാൻ ഈ പാർട്ടിയുമായി സഹകരിച്ചാണ് ഇന്ന് വരെ നിന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയോട് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞ എഴുതി കൊടുത്തിരിക്കുന്ന പാർട്ടി സെക്രട്ടറിക്കെതിരെ ഞാൻ കൊടുത്തിരിക്കുന്ന പരാതികൾ അവർ വായിച്ചിട്ടുണ്ടാവുമല്ലോ. കേരളത്തിലെ ഒരു ഏറ്റവും സാധാരണക്കാരനായ ഒരു പാർട്ടി പ്രവർത്തകന് പോലും വായിച്ചാൽ മനസ്സിലാകുന്ന, കോമൺ സെൻസുള്ള മനസ്സിലാവുന്ന രീതിയിൽ സാധാ ഭാഷയിലാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്.
ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ നിങ്ങൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? പി ശശിയും ഞാനും 10-40 വർഷത്തെ രാഷ്ട്രീയ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് പി ശശിയെക്കുറിച്ച് പറഞ്ഞതിലൊന്നും ഒരു കഴമ്പുമില്ല. പ്രഥമ ദൃഷ്ടിയാൽ ഇതിലൊരു കഴമ്പുമില്ല അൻവർ തന്ന പരാതിയിൽ. പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പില്ലെങ്കിൽ സാധാരണ നമ്മൾ എന്താ ഒരു പരാതി ചെയ്യുക? നേരെ വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് ഇടും. പ്രഥമ ദൃഷ്ടിയാൽ എന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ നമുക്കത് പരിശോധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പോൾ പാർട്ടി ലൈനിന് വിപരീതമായി ഞാൻ പ്രവർത്തിക്കുന്നു എന്ന രീതിയിലാണ് ചർച്ചകൾ നടക്കുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ പാർട്ടി ലൈനിന് വിപരീതമായിട്ട് പ്രവർത്തിക്കാനോ പറയാനോ അല്ല ഇവിടെ ഇരിക്കുന്നത്. ഈ പാർട്ടിക്ക് ഈ പാർട്ടിയുമായി സഹകരിച്ച് അന്ന് തൊട്ടിട്ട് ഈ പാർട്ടിയുമായി അങ്ങേയറ്റം സഹകരിച്ച് പാർട്ടിയിലെ ഏറ്റവും സാധാരണക്കാരായ പ്രവർത്തകരോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ഞാൻ വരുന്നത്. പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരുടെ വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പറ്റുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറഞ്ഞാൽ 2 അടി കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്നും കിട്ടുന്ന സാഹചര്യമാണ് കേരളത്തിൽ. ഇതിനു കാരണം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിക്കെല്ലാം അജിത് കുമാർ എഴുതി കൊടുത്തതാണ്. അല്ലാതെ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ. അടുത്ത സ്റ്റെപ്പ് ഹൈക്കോടതിയിലേക്കാണ്. നീതിപൂർവം ഒന്നും നടക്കുന്നില്ല, അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ ചിരി അനുകരിച്ചായിരുന്നു അൻവറിന്റെ പരാമർശം. പാർട്ടി പ്രവർത്തകർക്ക് പൊതുപ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള താഴേക്കിടയിൽ പാർട്ടി നേതാക്കന്മാർക്ക് സാധാരണക്കാരൻ്റെ ഒരു വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ പോകാൻ കഴിയുന്നില്ല. കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറഞ്ഞാൽ 2 അടി കൂടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടുന്ന അവസ്ഥാവിശേഷം കേരളത്തിലുണ്ട്. ഇതിൻ്റെ എല്ലാം മുഴുവൻ ഉത്തരവാദി പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തെ എതിരെ നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ആ നയത്തിൽ, ആ സ്റ്റാൻഡിൽ നിന്ന് ഞാനിപ്പോൾ മാറിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള ഒരു നടപടിയുമായി ഞാൻ വന്നപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താ ചെയ്തത്? എന്നെ ഈ പറഞ്ഞ മുഖം തിരിച്ചിരുത്തി ആളുകളെ കൊണ്ട് മഹത്വവൽക്കരിച്ചു. പിന്നെ എന്തോ ഒരു 1500 ഗ്രാമിൻ്റെ പാൻറ്റും ഷർട്ടും ഒക്കെ കത്തിക്കുന്ന കഥകൾ പറഞ്ഞു. ഇങ്ങനെയാണ് തൂക്കം കുറയുന്നതെന്ന് പറഞ്ഞു. മാത്രമല്ല അജിത് കുമാർ എഴുതി കൊടുത്തായിരിക്കും ഇതൊക്കെ, അല്ല അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ. ഇന്ന് ഈ വാർത്താ സമ്മേളനം നടത്താൻ കഴിയുമോ എന്ന് വിശ്വസിച്ചിരുന്നില്ല. ഇവിടെ നിന്ന് എന്നെ പിടിച്ചുകൊണ്ടുപോകുമോ എന്ന് അറിയില്ല. അജിത് കുമാർ എന്ന നൊട്ടോറിയസ് പലതും ചെയ്യാം. മുഖ്യമന്ത്രി മലപ്പുറത്ത് പാർട്ടി സെക്രട്ടറിയെ വിളിച്ച് ചോദിക്കേണ്ടേ? ഈ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ എന്ന് മുഖ്യമന്ത്രി അന്വേഷിക്കേണ്ടേ? എന്റെ പിന്നാലെ പോലീസുണ്ട്. ഇന്നലെ രാത്രി 2 മണിക്കാണ് കിടന്നത്. ശബ്ദമുണ്ടാക്കാതെ വീടിന് പിന്നിൽ കൂടി വന്നു നോക്കിയപ്പോൾ 2 പോലീസുകാർ വീടിന് മുന്നിലുണ്ട്. ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ പോലീസ് കേൾക്കുന്നുണ്ടായിരിക്കും. എന്നെ അറസ്റ്റ് ചെയ്ത് കുഴിയിലാക്കുന്നതിന് മുൻപ് ജനങ്ങളോട് കാര്യം പറയണം. മുഖ്യമന്ത്രിക്ക് അജിത് കുമാർ എഴുതി കൊടുത്ത കഥയും തിരക്കഥയും വാസ്തവമല്ല. ആരാ നിങ്ങളുടെ പിന്നിലെന്ന് ചോദിക്കുന്നു. പടച്ചവനാണ് എന്നെ സഹായിച്ചത്. പടച്ചവൻ എന്റെ കൂടെയുണ്ട്. മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുകയാണ്. സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അന്വേഷിക്കണം. ADGP എഴുതി കൊടുത്ത വാറോല വായിക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി എത്തിയോ എന്ന് അദ്ദേഹവും പാർട്ടിയും ആലോചിക്കണം. സിറ്റിംഗ് ജഡ്ജിയെ വെച്ച് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് 158 കേസുകൾ പുനരന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാണോ എന്ന് വീണ്ടും ചോദിക്കുകയാണ്. പോലീസ് പിടികൂടുന്ന സ്വർണത്തിന്റെ പകുതി പോലും കസ്റ്റംസിന് കിട്ടുന്നില്ല. 30 മുതൽ 50% വരെ സ്വർണം വിഴുങ്ങുകയാണ്. മുഖ്യമന്ത്രി ഇത് മനസ്സിലാക്കണം, അൻവർ പറഞ്ഞു. ഞാൻ IG-യോട് പറഞ്ഞത്, ഈ 188 കേസിൽ ഒരു 25 ആളുകളെങ്കിലും KDS-നെ നിങ്ങൾ പോയി കണ്ട് അവരോട് അന്വേഷിച്ചാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും. എയർപോർട്ടിന് പുറത്ത് വെച്ച് എവിടുന്നാണ് ഗോൾഡ് പിടിച്ചതിന് ശേഷം എന്താണ് സംഭവിച്ചത്, പിന്നീട് ആ വാഹനത്തിൽ കയറ്റി എങ്ങോട്ടാണ് കൊണ്ടുപോയത്, എവിടെ വെച്ചാണ് അവരെ ചോദ്യം ചെയ്തത്, എവിടെ വെച്ചാണ് ഇത് തൂക്കിയത്, ആരാണ് ഇതിന് സാക്ഷി നിന്നത്, ഏത് തട്ടാൻ്റെ അടുത്താണ് ഇത് ഉരുക്കിയെടുത്തത്, എപ്പോഴാണ് കോടതിയിൽ ഹാജരാക്കിയത്. ഈ കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചാൽ കൃത്യമായും വിവരം കിട്ടുമെന്ന് പറഞ്ഞു. ഈ നിമിഷം വരെ അങ്ങനെ ആരുമെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു അന്വേഷണം നടത്തിയതായിട്ട് എനിക്കറിവില്ല. CPM അഭ്യർത്ഥന തള്ളി 2ഉം കൽപ്പിച്ച് അൻവർ മാധ്യമങ്ങളെ കാണുന്നത് പാർട്ടിക്കും സർക്കാരിനും ദോഷകരമാകുന്ന നടപടികളിൽ നിന്നും പരസ്യ പ്രസ്താവനകളിൽ നിന്നും അൻവർ പിന്മാറണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം അഭ്യർത്ഥിച്ചിരുന്നു. എന്നാൽ ഇതിനുശേഷവും ADGPക്കെതിരായ പരസ്യ പ്രസ്താവനകൾ ഒഴിവാക്കാൻ അൻവർ തയ്യാറായിരുന്നില്ല. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. 1000 രൂപയുടെ 18 മാസ തവണകളും സ്കീം 2ൽ 2000 രൂപയുടെ 15 മാസ തവണകളുമാണുള്ളത്. ഓരോ മാസവും നറുക്കെടുപ്പ്. വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡൻ ഡയമണ്ട്, എടവണ്ണ, തിരുവാലി, ഒതായി.